ലെറ്റ്സ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചെടുത്തത് വിരുന്നിന്റെ ഉപമയാണ്. വിരുന്നിന്റെ ഉപമയിൽ നമുക്കറിയാം, ഒരാള് വിരുന്നൊക്കെ തയ്യാറാക്കി എല്ലാം ഭംഗിയായിട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ തന്റെ സേവകനോട് പറയുകയാണ്, ചെന്ന് വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് വരാനായിട്ട് പറയുന്നു. അദ്ദേഹം ചെന്ന് വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ഓരോ ഒഴികഴിവ് പറഞ്ഞ് ഒഴിയുകയാണ്. ഈ വിരുന്നിനേക്കാളും പ്രാധാന്യമുണ്ടെന്ന് അവര് കരുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിരുന്ന് അവർ വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പൊ ഈ വിരുന്നൊരുക്കിയ ഈ വീട്ടുകാരൻ പറയുകയാണ്, നീ തെരുവുകളിൽ ചെന്ന് അവിടെയുള്ള വികലാംഗരെയും മുടന്തരെയും എല്ലാം വിരുന്നിന് ക്ഷണിച്ചുകൊണ്ട് വരിക എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ ഒഴികഴിവ് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് പറയണത് മിക്കവാറും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ ഒരുങ്ങുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ബൈബിൾ വായിക്കാനായിട്ട് തോന്നുന്നുണ്ട്, ഒരു ക്ഷീണം തോന്നുകയാണ്. അപ്പൊ നമ്മൾ തന്നെ ഒരു ഒഴികഴിവ് പറയുകയാണ്, ക്ഷീണം തോന്നുന്നത് കൊണ്ട് ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമെന്ന് കരുതുന്നു, പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നല്ല മഴ. നമ്മൾ തന്നെ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ്, മഴയായതുകൊണ്ട് എങ്ങനെ പള്ളിയിൽ പോകാനാണ്, എളുപ്പമല്ല. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഉറപ്പിക്കുന്ന വലിയൊരു കാര്യം, ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ പരമാവധി ഒഴികഴിവ് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഈശോ നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്, ആത്മീയമായിട്ടുള്ള ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിന് ഒഴികഴിവ് പറയാതെ ആ വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഉറപ്പിക്കുന്ന കാര്യം. നമ്മളവരെ ആത്മീയ കാര്യങ്ങളിൽ ഒഴികഴിവില്ലാതെ പങ്കെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്